ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ നമ്മൾ മലയാളത്തിൽ വീണ്ടും ഒരു വെബ് സീരീസ് വന്നിരിക്കുകയാണ്, നാഗേന്ദ്രൻസ് ഹണിമൂൺ. നല്ല അടിപൊളി പേര് അല്ലേ? അപ്പോൾ ഇതിൽ കുറേ കേന്ദ്ര കഥാപാത്രങ്ങളുണ്ട്. സുരാജ്, ഗ്രേസ് ആൻ്റണി, ശ്വേത മേനോൻ, കനി കുസൃതി, പിന്നെ നിരഞ്ജന, എനിക്ക് തോന്നുന്നു ആ ആക്ട്രസിൻ്റെ പേര് അങ്ങനെയാണ്. അങ്ങനെ പിന്നെ അലക്സാണ്ടർ പ്രശാന്ത്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. മുഖ്യധാര സിനിമയിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടിയാണ് ഈ ഒരു വെബ് സീരീസിൽ അഭിനയിച്ചിരിക്കുന്നത്. വീണ്ടും വെബ് സീരീസ് ഹോട്ട്സ്റ്റാറിലാണ് വന്നത്. അതായത് ഞാൻ കണ്ട എല്ലാ മലയാളം വെബ് സീരീസും ഹോട്ട്സ്റ്റാറിലാണ് ഇതുവരെ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ കണ്ട വെബ് സീരീസുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒപ്പിക്കാൻ പറ്റുന്നൊരു വെബ് സീരീസ്. അതായത് സുരാജിൻ്റെ ഒരു ക്യാരക്ടറും സംഭവങ്ങളൊക്കെ ഒരു കൗതുകമുണ്ട്. ആ ഒരു നാട്ടുമ്പുറം, ആ ഒരു കാലഘട്ടം 1978 കാലഘട്ടമാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിതിൻ രഞ്ജി പണിക്കരാണ്. അപ്പോൾ പുള്ളിയുടെ വേറൊരു കൈൻഡ് ഓഫ് അപ്രോച്ച് ആയിരുന്നു. കാരണം ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഒരു 6 എപ്പിസോഡായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു 4 and 5 പാർട്ട് വരെ, 5ാമത്തെ ഒരു എപ്പിസോഡ് വരെ കോമഡിയുടെ പശ്ചാത്തലം പിടിച്ചുകൊണ്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ 5ാമത്തെ ഒരു എപ്പിസോഡ് വരെ ഇങ്ങനെ കണ്ടിരിക്കാം എന്നുള്ള അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും നടക്കുന്നൊന്നുമില്ല. കാരണം ആദ്യത്തെ ഒരു സംഭവത്തിൽ നടക്കുന്ന ആദ്യത്തെ ഒരു എപ്പിസോഡിൽ ഇവർ എത്തിപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് 5ാമത്തെ എപ്പിസോഡ് വരെ കാണിക്കുന്നത്. അതിലിങ്ങനെ ഓരോരോ ആക്ട്രസ് ആയിട്ട് ഓരോരോ കല്യാണം അതിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ സുരാജിൻ്റെ ആദ്യത്തെ വൈഫായിട്ട് അഭിനയിച്ച കുട്ടി, അവരുടെ പേരെനിക്കറിയില്ല. അപ്പോൾ അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അമ്മയാണെങ്കിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഷാജോൺ ചെയ്ത കഥാപാത്രം ജനാർദ്ദനൊക്കെ ചെറിയൊരു റോള് ചെയ്തിട്ടുണ്ട് ഇതിൽ. പിന്നീട് പറയുകയാണെങ്കിൽ എനിക്കിതിൽ തീരെ ഒരു സ്യൂട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ആ ഒരു പെർഫോമൻസ് തോന്നാത്തത് ഗ്രേസിൻ്റെ ഒരു റോളാണ്. അഭിനയിക്കുമ്പോൾ നല്ല സർട്ടിലായിട്ട് അത് ചെയ്തില്ലെങ്കിൽ നല്ല ബോറായിരിക്കും. അന്ന് അത്ര എളുപ്പമല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം രേവതിയെല്ലാം ആ ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസ് കിലുക്കത്തിലെല്ലാം കാണിച്ച ക്ലാസിക് ആയിട്ടുള്ള പെർഫോമൻസ് മലയാളത്തിലുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കൈവിട്ട് പോയി കഴിഞ്ഞാൽ നല്ല പണിയായിരിക്കും. അതായത് എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനും ആർട്ടിസ്റ്റിനൊക്കെ അതൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് രസിപ്പിക്കാൻ സാധിക്കും. ഇത് നല്ല ബോറായിരുന്നു. അത് അവരുടെ മാത്രം പ്രശ്നം കൊണ്ടല്ല, അവർ നല്ല ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് തെളിയിച്ചതാണ്, റോഷാക്ക് ഉൾപ്പെടെ. അപ്പോൾ ഡയറക്ടറിൻ്റെ പ്രശ്നം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ആ ക്യാരക്ടർ കൊണ്ടുപോയ രീതിയിൽ തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഈ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറോട് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയൂ, കമൻസ് ആയിട്ട് രേഖപ്പെടുത്തും. അതുപോലെ ശ്വേത മേനോൻ ചെയ്തതാണെങ്കിൽ നന്നായിരുന്നു. അതുപോലെ കനിയുടെ വളരെ സർട്ടിലായിട്ട് നല്ല രീതിയിൽ കാരണം പാളിപ്പോവാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. കുറച്ചൊന്ന് അധികമായി കഴിഞ്ഞാൽ കുറച്ചൊരു വൾഗർ അല്ലെങ്കിൽ ചിലപ്പോൾ മോശമായി തോന്നുന്ന ഒരു ക്യാരക്ടർ വളരെ നല്ല മനോഹരമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ചു കനി എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ സുരാജ് ആദ്യം തൊട്ട് അവസാനം വരെ നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. കുറേ കാലത്തിന് ശേഷമാണ് കോമഡിയുടെ ഒരു ടച്ച് പോകുന്ന ഒരു ക്യാരക്ടർ സുരാജ് ഫുൾ ഓൺ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. പക്ഷേ അവസാനത്തെ എപ്പിസോഡ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ഇതിൽ നടക്കും എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഒരു നല്ലൊരു ക്ലൈമാക്സ് തരാൻ പറ്റി. പിന്നെ ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഊഹിക്കാം എന്താണ് ഇവർക്ക് സംഭവിച്ചത് കാര്യങ്ങളൊക്കെ എന്നൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഊഹിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിനൊരു ആൻറ്റി ക്ലൈമാക്സ് ഉണ്ട്. അതെനിക്ക് ബോറായിട്ടാണ് തോന്നിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് തോന്നിപ്പോയി ആൻറ്റി ക്ലൈമാക്സ് കണ്ടപ്പോൾ. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇനി സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. കാരണം ഇതിലിപ്പം കാണിച്ചിരിക്കുന്നത് സെക്കൻഡ് പാർട്ട് വരാൻ സാധ്യത ഉള്ള പോലെയാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു സീരീസ് കണ്ടപ്പോൾ തോന്നുന്നൊരു അഭിപ്രായം. കാരണം ഇന്നലെ വരെ ഞാൻ ആമസോൺ പ്രൈമിൽ ബോയ്സ് കണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ സത്യം പറഞ്ഞാൽ മാറിയിട്ടില്ല. കാരണം നമുക്കറിയാം എക്സ്ട്രാ ഓർഡിനറി ഒരു സംഭവമാണ് ബോയ്സ് എന്ന് നമുക്ക് എല്ലാവരും പറയാം. പറഞ്ഞപ്പോൾ ടങ് സ്ലിപ്പായി പോയി, സോറി കേട്ടോ മക്കളെ, എല്ലാവർക്കും ഒരു തെറ്റൊക്കെ പറ്റില്ലേ. അപ്പോൾ ഈ ഒരു അതിനുശേഷം ഈ മലയാളത്തിലുള്ള ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഇങ്ങനെ കണ്ടിരിക്കാം. വെറുതെ കാണേണ്ടവർക്ക് കാണാം, അല്ലാത്ത പക്ഷേ ഇത് ഇരുത്തി കാണിക്കാനുള്ള അത്രയും രസമുള്ള കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഫസ്റ്റ് തൊട്ട് 5th പാർട്ട് എപ്പിസോഡ് വരെ ഒരേ കാര്യങ്ങൾ ഓരോരോ വ്യക്തികളുടെ സംഭവങ്ങളായിട്ട് ഇങ്ങനെ വന്നു പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോഴും ഞാൻ മലയാളത്തിൽ വെച്ച് ഹോട്ട്സ്റ്റാറിൽ തന്നെ വെച്ച് കണ്ട വെബ് സീരീസുകളിൽ ഏറ്റവും നല്ലത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കേരള ക്രൈം ഫയൽസ് നല്ല അത്യാവശ്യം ത്രില്ലിംഗ് ഒക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു വെബ് സീരീസ് ആയിരുന്നു. ബാക്കിയൊക്കെ
കണക്കായിരുന്നു. പേരില്ലൂർ പ്രീമിയർ ലീഗ് എന്ന് മറ്റേ പറഞ്ഞൊരു സാധനം കണ്ടിട്ടായിരുന്നു, നല്ല അലമ്പായിരുന്നു, ഒന്നിനും കൊള്ളില്ലായിരുന്നു, വേസ്റ്റാണ് ഇത്. എന്നാലും കുറേ പെർഫോമൻസും പിന്നെ ആ കാലഘട്ടം കാണിച്ചതൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ വീക്കെൻഡ് സമയത്ത് വെറുതെ കണ്ട് ഇരിക്കാൻ പറ്റുന്നൊരു വെബ് സീരീസ്, അതാണ് ഇതിനെ കൊണ്ട് എനിക്ക് തോന്നുന്ന അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ഡൗൺ ബിലോ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് റിവ്യൂ റേഞ്ചർ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.